അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഇക്കാക്കും മക്കൾക്കും സുഖാണ്. പിന്നെ മോൾക്കൊരു പനിയുണ്ടല്ലേ? തീരെ സുഖമില്ല. അപ്പം മൊത്തവും ഛർദിലൊക്കെ ആയിരുന്നു. കഞ്ഞിയൊക്കെ വേവിച്ച് കൊടുത്തു. കഞ്ഞിയും കരുവാട് ചമ്മന്തി അല്ലടി, ഉണക്കമീൻ ചമ്മന്തി. ഈ കരുവാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഈ അങ്ങോട്ടൊക്കെ ഈ നൊത്തോലിക്ക് എന്താ പേര് പറഞ്ഞാൽ കൊഴുവ ഉണങ്ങിയത് പൊടിച്ച് വറുത്ത് പൊടിച്ചല്ലടി, വറുത്ത് പൊടിച്ച് ചമ്മന്തി, പൊടിയരിക്കഞ്ഞി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പപ്പടം. മൊത്തം ഛർദിൽ, എന്ത് കൊടുത്താലും ഛർദിക്കുന്നു. പിന്നെ ഇപ്പൊ കഞ്ഞി കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ ഇപ്പൊ വലിയ കുഴപ്പമില്ല, ക്ഷീണത്തിൽ കുറവുണ്ട് അല്ലേ? നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ രാത്രിയാ രാവിലെ അസുഖം കൂടുതലാണെങ്കിൽ പിന്നെ നമുക്ക് ബൈക്കുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എന്നൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഭയങ്കര ബൈക്കെന്ന് പാട്ട ബൈക്കാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ദൈവം തന്ന ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ. ഇവിടെ പറച്ചിലേക്കിട്ട ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ ചോദിക്കുമ്പോൾ ബുള്ളറ്റാ മറ്റേ ഹാർലി ഡൗസ് എന്നൊക്കെ ചിന്തിച്ചു. അന്നല്ല, ഒരു പാട്ട ബൈക്ക് ഓടും, അത്രേ ഉള്ളൂ. നിന്നാല് ഞാൻ ഓടിക്കും. ചൈനക്ക് ഇങ്ങനെ കാറൊക്കെ കെട്ടി വെച്ചേക്കാണ് സൗണ്ട് കേൾക്കാര്. സത്യമുള്ള കാര്യം. ഓടുമ്പോ അതല്ലേ കഴിഞ്ഞ ആഴ്ച ശരിയാക്കിയ. പിന്നെന്താണ് വിശേഷങ്ങള്? എല്ലാരും നമുക്കൊരു നാളെ ലൈവില് കയറിയല്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ. നാളെ ലൈസൻസ് ശരിയാക്കാൻ പോകണം. ഞാനും വരണം. അയ്യോ വേണ്ട, ഞാനും വരണം. അതിനെന്ത് ആറ്റിങ്ങ പോയാ എന്ത്? അവിടെ ആരെങ്കിലും എത്ര പെണ്ണെനിക്ക് എഴുത്തു തന്നതാ ഈ എന്നെ കെട്ടണം പുന്നാരിക്കാക്ക. ഞാനും അപ്പൊ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാം. അത് വേണം. എന്റെ ഇഷ്ടം നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ചാവി അവളെ കയ്യിലാണ്. ഇന്നലെ ബൈക്കിന്റെ ചാവി എന്റെ അല്ലായിരുന്നു, ബൈക്കിന് ചാവി ഇല്ലാതെ തുറന്നീക്ക. അതൊക്കെ എടുത്തുണ്ട്. ആ ഒരു മെക്കാനിക്കൽ പഠിച്ചിട്ടുള്ളവൻ, ബൈക്ക് ഓട്ടോറിക്ഷയൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ പഠിക്കാത്തതായിട്ട് ഇനി ഒന്നുമില്ല, എല്ലാം പഠിച്ചു. ഒന്നിനൊരു ഉപയോഗം അങ്ങോട്ട് വന്നിട്ടെന്ന് മാത്രം. അതിന് പഠിക്കണത് എന്താണെന്നറിയാമോ? മീൻ കണ്ടിക്കായി, ചമ്മന്തി അരയ്ക്കായി. ആന്നേ, തേങ്ങ എടുത്ത് പൊട്ടിക്കാൻ പറയുന്നു. അപ്പൊ നോക്കിയപ്പോ ആപ്പിള് കണ്ടിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഈ തേങ്ങ എവിടെ പൊടിച്ചിട്ടുണ്ടോ? തേങ്ങ പൊട്ടിക്കുക ഈ കയ്യിലൊക്കെ വെച്ച് തേങ്ങയിൽ വെട്ടിയാൽ കൈ കൊള്ളും, എന്ത് ചെയ്യാൻ? അതാണ്. പിന്നെ ഇനി നമ്മളെ കണ്ടന്റിലാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് ആരെയും കുറിച്ചൊന്നും പറയാനും വയ്യ. ഞാനൊരു കാര്യം പറഞ്ഞേ, നമുക്ക് ഒരാളടുത്ത് ഒരു ശത്രുതയില്ല, നമുക്ക് എല്ലായിടത്തും സ്നേഹമുള്ളൂ. കാര്യം നമ്മൾ മരിച്ചുള്ള മനുഷ്യരാണ്. ഇപ്പം ഞാനിപ്പോൾ പോണ പോക്കിൽ ഒരു റോട്ടിൽ കിടന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്ന് മനുഷ്യരല്ലേ, വീണ് പോയി, ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ പോകണം, കയറ്റി വിടുന്നു. ഇത്രയും നാളൊക്കെ ബസ് ഫീൽഡിൽ ആരും ഇല്ലായിരുന്നു, എല്ലാവരും അല്ലേ? അപ്പൊ പിന്നെ അതേപോലെയൊക്കെ തന്നെ നമ്മള്. അതുകൊണ്ട് നമുക്ക് ഒരാളെ കുറിച്ച് യേശനി പറഞ്ഞും കുറ്റം പറഞ്ഞും നുണ പറഞ്ഞും ഒന്നാതെ നല്ലതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി അവർക്കുള്ളതും കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവർ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ചെയ്തിട്ടുള്ളൊരു നന്മയെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കൊരു ഉപ്പ. സൂപ്പർ ഉപ്പായിരിക്കും. സൂപ്പറാണ്. മിച്ചുമോൻ പറയും, നിന്നെ എനിക്ക് വേണ്ട, വാപ്പച്ചീനെ മതിയെന്ന്, അല്ലേ? ചിലപ്പോൾ വാപ്പച്ചിന്ന് വിളിക്കും, ചിലപ്പോൾ പറയും എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയും, ചിലപ്പോൾ ഇടാന്ന് വിളിക്കും. അതൊക്കെ അവൻ്റെ ഇഷ്ടം. നമുക്കൊന്നും പറയാനില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മക്കള് അവരെ ഇഷ്ടത്തിന് വിളിച്ചാൽ മതി, നമ്മളൊന്നും നിർബന്ധിച്ച് പറയിപ്പിക്കരുത്. മസ്റൂറ മോള് മാത്രമേ ഉള്ളൂ അതല്ല, അങ്ങനെയല്ലെന്ന്. നമ്മൾ ഒന്നും അടിച്ചേപ്പിക്കാൻ പാടില്ല. അവർക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ വിളിക്കും. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അവർക്ക് മനസ്സിലാവും. നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്നെ വിളിക്കണം, ഇങ്ങനെ വിളിക്കാവൂ, അതിൻ്റെ ആവശ്യമില്ല. അവർ വിളിച്ചോളും. അതാണ്. ഒരു കുറവേ ഉള്ള എൻ്റെ മുത്തുമോൻ, എൻ്റെ ക്രൂസ്. അതാണ് എൻ്റെ മുത്തുമോനും എൻ്റെ ക്രൂസും. പിന്നെ നമ്മളെ ജുമൈല അവർക്ക് വയ്യ, അവർക്ക് സ്ഥിര സുഖമില്ല, കിടപ്പില്ലല്ലേ, എന്ത് ചെയ്യുന്ന. ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന്റെ, അതായത് ഒരു പെണ്ണെന്നല്ല കേട്ടോ, എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പെണ്ണ് വേണം, എനിക്കൊരു കൂട്ടുകാരി വേണം, എനിക്കൊരു ഉമ്മ വേണം, എനിക്കൊരു മോള് വേണം, എനിക്കൊരു, അതായത് ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പുരുഷന് എന്തൊക്കെ ആവാൻ പറ്റൂ അതൊക്കെ വേണം. സത്യം പറഞ്ഞ മിർസല് മോനാണ് ഇക്ക. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ. അതൊക്കെ ചുമ്മാ. പിന്നെ നമ്മളെ
നമ്മൾ എവിടെ വിട്ടുവീഴ്ച ചെയ്യുന്നോ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ അഹങ്കാരം കഴിച്ചത് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നിഷ്ടം നടക്കാം. ഒരു വീഴ്ച വന്ന് വീണ് പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിനക്ക് കൂട്ടുകാരൻ ചെയ്യാൻ പറ്റില്ല. അനുഭവമാണ് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ആരിനെ അതിനെ എതിർത്താലും ശരി അത് പറ്റൂല. പിന്നെ ഒരു കാര്യമുണ്ട്, പെണ്ണെ കൊണ്ട് മാത്രമേ ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും, ഒരു പുരുഷനെ നോക്കാൻ പറ്റില്ല, പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ നോക്കാൻ പറ്റും. പെണ്ണെന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കരുതി കളയരുത്. കാര്യം പെണ്ണെന്ന് പറഞ്ഞാൽ ഈ മറ്റേ സിനിമയിൽ പറഞ്ഞ അമ്മയാണ്, അങ്ങനെയല്ല. പെണ്ണിൻ്റെ കഴിവൊന്നും പുരുഷന്മാർക്കില്ല. എൻ്റെ അനുഭവം കേട്ടോ. പിന്നെ ഇതിനെ തർക്കിക്കാനൊക്കെ ഒരുപാട് പേര് വന്നു. പക്ഷേ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്, പെണ്ണ് നോക്കുന്ന ആൾക്ക് പെണ്ണ് രാവിലെ എണീച്ച് വീട് നോക്കും, ഭക്ഷണം ഉണ്ടാക്കി തരും, കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടും, അവൾ ജോലിക്കും പോവും, എല്ലാം ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഒന്നേ ജോലിക്ക് പോവും, അല്ലെങ്കിൽ മക്കളെ നോക്കാം, അല്ലെങ്കിൽ കുടുംബം നോക്കാം. നിങ്ങൾ ശമ്പളമുള്ള ജോലി, നമ്മൾ ശമ്പളം ഇല്ലാത്ത ജോലി. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി അവരെ കൊണ്ട് പറ്റത്തൂല്ല. അത് ഒരു ദിവസം ഇക്കായൊക്കെ അടുക്കളയിൽ കയറ്റി വെക്കണം, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അന്ന് തീർത്ത് തിഞ്ഞ് തയ്യി തരും. അത് നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയാലും മീൻ മേടിക്കാൻ പോയാലും നമ്മൾ ചോദിക്കുന്ന പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മളങ്ങനെയല്ല. നമുക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറി ഒന്നും ഇപ്പോൾ മുളക് തന്നെ നമുക്ക് ഈ 10 രൂപയ്ക്ക് ഒന്നും ഇഷ്ടമല്ല. നമ്മൾ ചെന്നിട്ട് വയ്ക്കുന്നത് 1 കിലോയ്ക്ക് എന്തുമില്ല, മുളകാണേ. എൻ്റെ അനുഭവം പറയുന്നത് 1 കിലോയ്ക്ക് എന്തുമില്ല, അത് 1 കിലോയ്ക്ക് ഇത്ര രൂപ. ഇങ്ങനെ ഒരു കാര്യം ശരി, 1/2 കിലോ ഇടും. 1/2 കിലോ മുളക് മേടിച്ചിട്ട് സമയം കൊണ്ട് 1/2 കിലോ മുളക് മേടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കിടന്ന് അഴുകിപ്പോയി. പിന്നെയാണ് അറിയുന്നത് 10 രൂപയ്ക്ക് മേടിച്ചാൽ മതിയെന്ന്. ഇപ്പൊ കുറെയൊക്കെ അറിയാല്ലേ? ഇപ്പൊ ഏകദേശമൊക്കെ പഠിച്ചു വരുന്നു. ഇപ്പോഴും ശിശുവാണ്. അതാണ് നമ്മളെല്ലാം നോക്കിയൊക്കെയാണ് മേടിക്കുന്നത്. ഇവരാണെങ്കിൽ അഴുകിയതാണെങ്കിലും മേടിച്ചോണ്ടിഞ്ഞു. അങ്ങനെയല്ല, അഴുകിയൊന്നുമല്ല. നമ്മൾ ഭയങ്കര തിരവിലും ഈ തരുന്നെന്ന് വിചാരിക്കുമ്പോൾ എല്ലാത്തിനെയും കുറിച്ച് അറിയാം. സമൂഹല്ലേ അറിയാം, ഒരു വണ്ണാക്കട്ടെ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളത് ഏറ്റവും അഴുക്കൊക്കെ ആയിരിക്കും പറയുന്നത്. അതാണ്. ഇനി നമ്മളെ വ്ളോഗൊക്കെ മാറ്റി പിടിക്കണം. നമുക്ക് നമ്മളെ വീട്ടിൽ പോകണം. എന്തായാലും ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് ഉമ്മക്ക് പനിയാണ്. ഉമ്മക്ക് പനിയാണ്, അതുകൊണ്ട് ഒരു കൊച്ചിനെ പോലെ നോക്കിയാലേ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് രാവിലെ തന്നെ ഒന്നും കഴിച്ചില്ല, ചായ കുടിച്ച് ഒരു ഉണ്ണിയപ്പം. ഉമ്മക്ക് ഉണ്ണിയപ്പത്തിന്റെ ആളാണ് കേട്ടോ. രാവിലെ ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് ഇല്ലാതെ അവർക്ക് പറ്റും. അത് ഇന്നല്ല, പണ്ട് അങ്ങനെയാണ്. പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് ആ ചോറ് 3 മണിക്ക് എണീച്ചാണ് ചോറ് നിർബന്ധിച്ച്. പിന്നെ ഇപ്പം മക്കൾക്കൊപ്പം ഇരുത്തി കഞ്ഞിയും കൊടുത്തു. എന്നിട്ട് ഉമ്മ ഗുളിയും കഴിച്ച് കിടന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ ഒത്തു വയ്യാതാകുമ്പം നമ്മൾ പെട്ടുപോകും. കൊച്ചിനും വയ്യ, മകൻ വയ്യ. പിന്നെ ഉമ്മ പറയണ പ്രശ്നം എനിക്ക് വയ്യാതാവണം, അപ്പോഴാണ് നിനക്ക് ശരിക്കുന്നത്. എനിക്ക് വയ്യാതെ എല്ലാത്തിനും ദേഷ്യമുണ്ട്. എനിക്ക് വയ്യാതാ, എൻ്റെ മൂക്കോലും അടച്ചു നോക്കട്ട് കഴിഞ്ഞു നിന്റെ കാര്യം തീരുമാനം. ഞാൻ വീട്ടിൽ അന്ന് കെട്ടിപ്പറക്കി പോവേണ്ടി വരും. പക്ഷെ എൻ്റെ ഫാൻസുകളുണ്ടാവും. യൂട്യൂബേഴ്സാ എന്റെ ഫാൻസ്. അതാണ് കമന്റ് ഞാൻ കാണുന്നുണ്ട്. ഷാനുക്കെ പൊളി. താങ്ക് യു. എനിക്കറിയാവൂ പൊളിയാണെന്നല്ലേ. അതാണ്. പിന്നെ ഇത് എത്ര ദിവസത്തേക്ക് കാണും? നിന്റെ പണം കണ്ടിട്ടാണോ? എനിക്ക് ഒരു പണവും നിന്റെ പൈസ എവിടെ? എന്റെ ഒന്നുമില്ല. ഇതിന്ന് വല്ലതും കിട്ടിയാ കിട്ടി, അതും നക്കാപ്പിച്ച പൈസ. നമുക്ക് നമ്മളെ നമുക്ക് പണത്തിന്റെ കുറവല്ല, അൽഹംദുലില്ലാ. നമുക്ക് പട്ടിണിയില്ല, കിടക്കടക്കാടുണ്ട്, വസ്ത്രമുണ്ട്. പിന്നത്തെ കാര്യം പിന്നെ ചമ്മന്തിയും ചോറും ആണെങ്കിൽ പക്ഷെ നമുക്ക് ഇഷ്ടം ബീഫും മട്ടനുമാണ്. കഴിക്കാൻ പൈസ കിട്ടുമ്പോ നമ്മള് കഴിക്കും, ഇല്ലാത്തപ്പോ നമുക്ക് അത് രണ്ട് പറ്റൂല, അലർജിയാണ്. അവള് കഴിക്കും. ഞാൻ ഈ കൈ കൂടെ നൈറ്റൊക്കെ പോകും 10 മണി 11 മണിക്കൊക്കെ. അപ്പോൾ 3-3.5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ബീഫും മട്ടനും കഴിച്ച് വയ്യാണ്ടായി. കാര്യം ആരും ഇല്ലായിരുന്നല്ലോ, ഹോട്ടൽ ഫുഡല്ലേ. നമ്മൾ ഈ ഓടി വരുന്ന സമയത്ത് അതൊക്കെ കിട്ടും, അല്ലെങ്കിൽ ചിക്കൻ. ഈ 3 സാധനം കഴിച്ച് പച്ചക്കറി എന്ന് പറയുന്ന സാധനം ഒരു 3.5 വർഷമായിട്ട് കഴിപ്പില്ലായിരുന്നു. ഇപ്പോഴാണ് ചീരത്തോരനും മുരിങ്ങയിലയും പപ്പയ്ക്ക എന്താ ഇത് മത്തങ്ങ ഉടച്ചെറിയും പപ്പയ്ക്ക എന്തെന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക തോരൻ. അത് സൂപ്പറായിട്ട് മറ്റേ ചിരവയിൽ വെച്ചിട്ട് തിരുവിയിട്ടാണ് തോരൻ വയ്ക്കുന്നത് നമ്മൾ. അതിങ്ങനെ വായിക്കത്ത് വെച്ചാണല്ലോ അലിഞ്ഞങ്ങ് പോകും. ഇവളെ വാചകം പറയാതിരിക്കാൻ വയ്യ. ഓരോ ദിവസം സാമ്പാർ വെച്ച് തന്നെ ഒന്ന് മാത്രം ഇവിടെ. ആ
മസാല കൊള്ളാത്തതിന്റെ പ്രശ്നം. അത് ചിക്കൻ മസാല പക്ഷെ അതും കുഴപ്പമില്ലായിരുന്നു, പറഞ്ഞാ മതിയായിരുന്നു മസാലയുടെ പ്രശ്നം. ഇപ്പൊ എൻ്റെ അടുത്ത് പറയണേ അത് എൻ്റെ സാമ്പാറിന് ഇന്നേ വരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആ കാര്യം പെട്ടെന്ന് ദേഷ്യം വരില്ലേ, ഇത് ആരാ കുറ്റം പറയാത്തത് നമ്മൾ ചിന്തിക്കൂലേ. ഇക്ക വിചാരിച്ചിനി ഞാൻ പണ്ട് ആർക്കാ കണ്ട വെച്ചു കൊടുത്ത് അല്ലേ? അങ്ങനല്ല, ആരും എന്ന് പറയുമ്പോ എത്ര പേരായി ഞാൻ ആ ഒരു സംസാരത്തിൽ ചില ഉടക്കും ഇടക്കൊക്കെ ആയി. അവസാനം ചിലപ്പെടുത്തുന്ന തലക്കടിച്ചു. ആരാ? ഇവിടെ പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ചെലവില്ല, അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം ചെലവ്. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ പോയി മിണ്ടാതെ കിടന്നു പറയും. കാര്യം എന്റെ തടിക്ക് ഞാൻ ദോശ ചുട്ട് വെച്ചേക്കണ പിറ്റേന്ന് കണ്ടില്ല. മുട്ടയൊക്കെ രാത്രി എനിക്ക് തിന്നുകളഞ്ഞ് എന്നാന്ന് പട്ടിണി കേട്ട് ഉടക്കണം. അയ്യോ ഈ ചിരിയൊക്കെ മാറും. വേറെ കുഴപ്പമെന്നറിയോ, രണ്ടുപേരും ഒന്നിനൊന്നും പറ്റിയ സ്വഭാവക്കാരാണ്. അവിടെയാണ് വിഷയം, ഒരേ ക്യാരക്ടറാണ്. അവിടെയാണ് വിഷയം. ഞാനത് വിട്ടുകൊടുത്താ ഇവള് ചെലവഴിക്കണി, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കൂല. എന്തിനാ അടി കൊള്ളുന്ന അത് കരുതിയിട്ട. പിന്നെ നമ്മള് പിരിയൂല കേട്ടാ. പിരിയുന്ന കാര്യം നിങ്ങളാരും ചിന്തിക്കണ്ട, അത് സ്വപ്നങ്ങളിൽ മാത്രം. നമ്മള് കാണാതിരിക്കത്തില്ല. 1 മണിക്കൂർ കാണല്ലേ ചിലപ്പം. 1 മണിക്കൂറൊക്കെ ഏകദേശം 1 മണിക്കൂർ, അതൊന്നും പോകൂല. എന്നാലും തുണി കഴുകിക്കൊണ്ടിരുന്നാലും ഇടയ്ക്ക് ഞാൻ വരും, അല്ലെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്ത് വന്നാൽ ഇക്ക അങ്ങോട്ട് വരും. അന്നറിയോ നമ്മളെ കാണാൻ ഭയങ്കര രസമാണ്, ഗ്ലാമറാ. എനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണെ കിട്ടില്ല, അതൊരു കാര്യം. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടുത്തെ ഒരു സ്നേഹം കൂടുതലുണ്ടാവും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനെൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന കഥയാണ് പറയുന്നത് കേട്ടോ. കാര്യം എനിക്ക് കിട്ടാത്ത സ്നേഹം തന്നോളാണ്. അപ്പോൾ ആ സ്നേഹം അതിൻ്റെ ഇരട്ടി സ്നേഹം ഞാൻ തിരിച്ചു കൊടുക്കും. പിന്നെ എല്ലാവരും പറയും എന്നെ കണ്ടിട്ട് ഞാൻ കള്ളുടിയനാണ്, എത്ര അടിച്ച്, 2 അടിച്ച 3 അടിച്ച. സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ എൻ്റെ മോശയില് ഇപ്പോൾ ദൈവം പടച്ചോൻ നമുക്ക് തരുന്ന രൂപത്തിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഫേസ് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്രയും ഗ്ലാമർ ഈ ലോകത്ത് ആർക്കും ഉണ്ടാവും. ഇക്കാന്റെ ഉപ്പാനെ പോലെയാണ് ഇക്ക ഇരിക്കണെന്നാണ് ഉമ്മ പറയണത്. എന്റെ മോനെ എന്നെ കണക്കിലിരിക്കുന്നത്. മോനും ഇത്തിരി കളറുണ്ടെങ്കിലും ഷിജാസ് കുറച്ചും കൂടെ ഇത്തിരി കളറുണ്ട്. ഞാൻ നല്ല ഗ്ലാമർ ആയിരുന്നു. കണ്ണ് മാറ്റമാണ്. പിന്നെ ചെവിയൊക്കെ എന്റെ, ബാക്കിയൊക്കെ ഞാൻ തന്നെയുണ്ട്. പിന്നെ ഒരു പ്രാർത്ഥനയുള്ളൂ, എന്റെ സ്വഭാവം മാത്രം കൊടുക്കല്ലേ അല്ലാ. പക്ഷെ എന്റെ സ്വഭാവം നല്ല സൂപ്പർ സ്വഭാവമാണ്. സ്നേഹിക്കും നല്ലോണം, പിണങ്ങി അതുപോലെ. സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം എത്ര സ്നേഹമുണ്ടോ അത്ര ദേഷ്യമുണ്ടോ. ദേഷ്യം വരുമ്പോ ഇങ്ങനെ കയ്യിലൊക്കെ വിടടി എന്റെ കൈ. അതായത് പിന്നെ ഞാൻ ആരുമല്ല, ഒരാളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, ദേഷ്യം വന്ന് അതിൻ്റെ 10 മടങ്ങ് ഇല്ലെങ്കിലും അത്രത്തോളം ദേഷ്യം നമുക്കുണ്ടാവും. അപ്പം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നല്ല സ്നേഹമായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക്. എന്നും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളെ കേസല്ലേ പറയുന്നത്. നമ്മളിങ്ങനെ സ്നേഹിച്ചിരുന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പിണങ്ങൂലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കേസാണ് പറയുന്നത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം ഉണ്ടാവും, അത്രയും ദേഷ്യവും കാണിക്കും. ഇല്ല പണ്ടത്തെ കിളവന്മാരെ കണക്ക് ഞാൻ വലിയ ഉപ്പാപ്പായാണ്, നീ മറ്റേ അടിമയാണ്, ആ ജീവിതമല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്നേഹം പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ സ്നേഹം മനസ്സിനകത്താണ്, വെളിയിൽ കാണിക്കേണ്ട സ്നേഹം മനസ്സിനകത്ത് വെച്ചാൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെ വേണം, അത് മനസ്സിനകത്ത് വെക്കാനുള്ള കേസല്ല. കാര്യം എൻ്റെ മനസ്സിനകത്ത് സ്നേഹം ഉണ്ടെന്ന് കൊടുക്കാറില്ല. മക്കളെടുത്താലും ശരി, ഭാര്യ എടുത്താലും ശരി, ആടുത്താലും ശരി, നമുക്ക് എന്ത് വികാരം തോന്നുന്നു, നമ്മൾ മനുഷ്യരാണ്, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പച്ചായ ഒരു മനുഷ്യനായിരിക്കണം. പച്ചായ ഒരു മനുഷ്യൻ, അതായത് സ്നേഹം കൂടിയാൽ സ്നേഹിക്കണം. ലക്ഷ്യം വന്നാൽ 2 കൊടുക്കണമെങ്കിൽ 2 കൊടുക്കണം. നമ്മളെ ഞാൻ പറയുന്ന വെച്ചാൽ എൻ്റെ പൊന്നൂസിന് ഒന്നിൻ്റെ ഒരു കുറവ് വരുത്തുന്നു. സ്നേഹത്തിനായിക്കോട്ടെ, പൈസയ്ക്കായിക്കോട്ടെ, ദ്രോഹത്തിനായിക്കോട്ടെ, ഒന്നിനും ഒരു കാര്യത്തിനും എല്ലാം ഈക്വലായി. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ബാഡ് കമൻറ്റുകൾ വരും. കാര്യം ഇവൻ കള്ളും കുടിച്ചിരിക്കുമ്പോൾ ഏത് ബ്രാൻഡ് അടിച്ച്, ഇപ്പോൾ എത്ര അടിച്ച് എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ചോദിക്കുന്നവർക്ക് ചോദിക്കാം കേട്ടോ, വരുന്നവർക്ക് വരാം, കമ്പനി അടിക്കുന്നവർക്ക് കമ്പനി അടിക്കാം. എല്ലാത്തിനും ഞാൻ റെഡിയാണ്. എൻ്റെ അടുത്ത് സഹകരിച്ചാൽ ഞാൻ സഹകരിക്കും. എന്നെ വേണോ
എനിക്ക് 10 ദിവസം പിന്നിൽ നിന്ന് നിങ്ങളെ വേണം. എന്നെ വേണ്ടേ 1 മാസം മുമ്പ് നിങ്ങൾ എനിക്ക് വേണം. അപ്പൊ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാല് ചെകള അടിച്ചു പിടിക്കും. ചെകളുണ്ട്, ചെകള, ഈ ചെകള ഇതുണ്ട, ഈ ഒരു ചെകളുണ്ട്, ഈ ചെകള ഒരു കൈക്ക് തരും. ഞാൻ എപ്പോഴും നിന്റെ തുറന്ന അടി പേടിക്കുന്നു, ദേഷ്യപ്പെടുത്തിക്കും. നമ്മളിൽ ടോമാഞ്ചറി കണക്കാണ്. ഇങ്ങനെ കളിച്ച് ചിരിച്ചു പിടിച്ചു എല്ലാം പോകും, പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അയ്യോ, പൊട്ടിത്തെറി മാത്രം വേണ്ട. പിന്നെ പെട്ടിയും കിടക്കെ എടുത്ത് ഇതൊരു കമന്റ് പറയണേട്ട്, പെട്ടിയും കിടക്കെ എടുത്ത് ഉടനെ പോകുന്നു. അങ്ങനെയൊന്നും പോകൂല കേട്ടാ. പെട്ടിയും കിടക്കൊക്കെ എടുക്കും, പക്ഷെ റോഡിന് വഴി ഇറങ്ങൂല. അത്രേ ഉള്ളൂ. അത് അവളെടുക്കും, ഞാൻ എടുക്കും. ഞാൻ എടുക്കാൻ അങ്ങനെ ആലോചിക്ക് പോയാ നമ്മടെ പിന്നോട്ട് പോയാലും പക്ഷെ നടക്കില്ല കേട്ടാ. ഞാൻ രണ്ടുപേരും ഈ വാതിലോട്ട് ഇറങ്ങൂല. ഞാൻ മുന്നോട്ട് പോണെന്ന് പറയുമ്പോ കാല് വരെ ക്ലോസ് ചെയ്യും. കാര്യം എന്നറിയോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തോ ഒരു സ്നേഹം എന്നറിയാം എനിക്ക്. ഹനുമാനൊക്കെ ആയിരുന്നു ഇങ്ങനെ ഹൃദയം പൊളിച്ചിങ്ങനെ കാണിച്ചു തന്നെ. ഹനുമാനല്ലാത്തതിന്റെ പേരിൽ സ്നേഹിച്ച് കാണിച്ചു തരാൻ പറ്റും. ഇഷ്ടമല്ലേ എന്നാ എനിക്ക്? എത്ര ഇഷ്ടമുണ്ടാവും? ഒരുപാട് ഇഷ്ടം. എന്നാലും ഇഷ്ടം എത്രത്തോളം പറയേ കേക്കട്ട്. പറയാൻ വാക്കൊന്നുമില്ല. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഉമ്മാരുടെയും പ്രണയം അതാണ്. എൻ്റെ ഉമ്മാരുടെയും വാപ്പാരുടെയും എനിക്ക് എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്. പക്ഷെ എൻ്റെ വാപ്പാരുടെ ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമല്ല എൻ്റെ ഇക്കാരുടെ, ആ സ്നേഹമല്ല എൻ്റെ മക്കളുടെ. വാപ്പാരുടെ ഉള്ള സ്നേഹമല്ല ഇക്കാരോടുള്ള. ഇക്ക നമ്മളെ ജീവനാണ്. വാപ്പ എന്തിനാണ്? എൻ്റെ ഉയിരാണല്ലേ, ജന്മം നൽകിയ ആളാണ്. അതാണ് ഉയിര്. ഇക്ക എൻ്റെ ജീവനാണ്, വാപ്പ എൻ്റെ ഉയിരാണ്. അപ്പൊ ഞാൻ ആരായി? ശശി ആയില്ലേ? ഇല്ല. ഇനിയിപ്പം ഈ മക്കള് മഞ്ഞിൽ വീരിയും പൂക്കളെ നിങ്ങൾ. നമ്മക്ക് പട്ടൊന്നും ഇല്ല കേട്ടാ. ചില കമന്റ് കേട്ടാ. ഞാൻ സ്നേഹിച്ച് എനിക്കിപ്പോ ഭ്രാന്തായി. കാര്യം എൻ്റെ ഏജ് കുറച്ച് ഓവറായിരുന്നു. ആ ഏജിൽ ഇത്ര ഏജുള്ളൊരു പെണ്ണെ കിട്ടിയപ്പോൾ എനിക്ക് ശകലം ഒരു ഭ്രാന്ത് ഉണ്ടോ? എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ ഇങ്ങനെ കണ്ട എവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേ? കാരണം എൻ്റെ ക്യാരക്ടറുമായിട്ട് യോജിക്കുന്നവര്. അത് മാത്രം പറയല്ലേ, ചുമ്മാതെയാണ് കേട്ടാ, ചുമ്മാതെയാണ്. ചെലവൊന്നും ഞാൻ എടുക്കൂല. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. ഞാൻ ഇക്കായി തമ്മിൽ ഇവിടെ ടോന്നാക്കിയാലേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാണ്? മിച്ചുമോനും ഉമ്മായും. ഉമ്മായും ഭയങ്കര വിഷമമാണ് കേട്ടാ. നിങ്ങൾ ഇനിയെങ്കിലും മക്കളെ സന്തോഷമായിട്ട് ഇരിക്കണമെന്നാണ്. ഉമ്മാക്ക് വേറെ ആരുമില്ല, ഒരു മകളില്ല. എന്നാലും എൻ്റെ കുട്ടി അല്ലേ, ഉമ്മായേയും പൊന്നും അല്ല എന്നെ കൊണ്ട് ഒക്കും പോലെ തന്നെ ഞാൻ നോക്കുന്നത്. എനിക്കിപ്പോ എത്ര മക്കളുണ്ടെന്ന് അറിയാമോ? ഇങ്ങനത്തെ ഒരു യൂട്യൂബറിനെ കാണൂല കേട്ടാ. ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങി തരാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര അഹങ്കാരം. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരു യൂട്യൂബ് മതി. ആരാ പറഞ്ഞ അധികം മതി? പിന്നെ എനിക്ക് പെണ്ണുങ്ങളെ ചീത്ത കളിക്കാനേ നേരം വേണം. പിന്നെ സൽമാൻ ഖാനല്ലേ? അതാണ് ഒരു കമന്റ് വന്നത്. എന്തെന്നടി? ഷാറൂഖ് ഖാനും ഐശ്വര്യ ഷാരൂഖ് ഖാൻ ഐശ്വര്യ ഒന്നും ശരിയാവൂലല്ലേ? അഭിഷേക് ബച്ചനും ഐശ്വര്യ എന്തെന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു ഉടുക്കത്തുണിയായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്നെ അപ്പോഴും ഒന്നുമില്ലാതെയാണ് സ്വീകരിച്ചത്. ഈ പറഞ്ഞ കണക്ക് പൈസ കാര്യങ്ങളൊന്നും പൈസ ഇതൊന്നും ഇല്ല. അപ്പൊ ശകലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ റേഷൻ അരിയൊക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. നമുക്ക് വെളിയിൽ പറയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, അപ്പോൾ നമ്മൾ ഒരാളത്ത് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അൽഹംദുലില്ലാ എനിക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ട്. എനിക്ക് റേഷനരിയും പഞ്ചസാരയും ഒക്കെ കിട്ടും. എന്റെ റേഷൻ കാർഡും ഗ്യാസിന്റെ ബുക്കൊക്കെ ഉമ്മാരയിലാണ്. അത് നമുക്ക് മേടിക്കാം, സ്റ്റേഷൻ വഴി. പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കഞ്ഞരി കുടിക്കും. ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിച്ചാലും മൂടി കുടിക്കണം. നമുക്ക് ഉള്ളപ്പോൾ ഉള്ളത് കഴിക്കാം. നമ്മളെല്ലാരും തറയിരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കണത്. നമ്മള് ഈ എന്താ പറയുന്ന, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തട്ടുകടയിൽ നിന്ന് 5 സ്റ്റാർ ഹോട്ടൽ 7 സ്റ്റാർ ഒന്നും കൂട്ടണ്ട.
5 സ്റ്റാർ ഹോട്ടൽ വരെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന ആഹാരം ഇന്ന കണക്ക് അങ്ങനെ കൊതിയൊന്നുമില്ല, കൊതിക്കില്ല. കാര്യം നമ്മളെ പൈസ തരുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കും. അതാണ് സമ്പാദ്യം ഇല്ലാത്തത്. ഉള്ളത് കഴിക്കും, എൻ്റെ ആവശ്യമായിട്ട് ജീവിക്കും. കാര്യം നമ്മൾ മരിച്ചോണ മനുഷ്യനാണ്. സമ്പാദിച്ച് വെച്ചിരുന്ന വലിയ അങ്ങനെ കാര്യമൊന്നുമില്ല. സമ്പാദ്യം വേണം, ഒരു അത്യാവശ്യത്തിന് ഒരു ഇതൊക്കെ വന്നാൽ എടുക്കാനും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വേണം. പക്ഷേ അതല്ല പറയുന്നത്. ഞാനങ്ങനെ പണം എന്നുള്ളൊരു കണക്കൂട്ടിൽ കൺസെപ്റ്റിലുള്ളൊരു മനുഷ്യനല്ല. എനിക്ക് ആരോഗ്യമുണ്ടോ ഞാൻ ജോലി ജീവിക്കും. ഇല്ലേ അന്ന് ദൈവം എന്താണ് എനിക്ക് വിധിച്ചത് അത് ചെയ്യും. അങ്ങനെയുള്ളൊരാളാണ്. പിന്നെ ഒരുപാട് പണം വേണം, ഒരുപാട് ഇത് വേണം. ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയാണ്. 10 വർഷം സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയാണ്. പൈസ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം ഞാൻ എന്തോരം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഒന്നുമില്ല. ഇപ്പോൾ ഓട്ടക്കാലനാണ്, അത് വേറൊരു കേസ്. പിന്നെ എന്നാലും അന്നും ഇന്നും എന്നും ദൈവം പടച്ചവൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെയും വരുത്തിയിട്ടില്ല. ഇടയ്ക്കൊക്കെ വരും, എങ്ങനെ എല്ലാവർക്കും ഉള്ളവർക്ക് എനിക്കും ഉണ്ട്. എന്നാലും ഞാൻ റാഹത്താണ്, അൽഹംദുലില്ലാ. ശരി, ഓക്കെ, ബൈ. അപ്പോൾ ഉറങ്ങാൻ ടൈമായി. കൊച്ചുങ്ങൾ ഉറങ്ങി, കൊച്ചുങ്ങൾ കിടന്നുറങ്ങിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദൈവം സഹായിച്ചാൽ നാളെ ഒരു 11 മണിക്ക് ഒരു വീഡിയോ ആയിട്ട് വരും. 11 മണിക്ക് വരണമെന്നാണ് ആഗ്രഹം. എന്ന് ചിന്തിച്ചാലും നടക്കാറില്ല. എന്നാലും വരാൻ ശ്രമിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളേ ഉള്ളൂ സപ്പോർട്ടിന്. എനിക്കിപ്പോൾ ഇക്കായും മക്കളും പിന്നെ യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ. യൂട്യൂബിൽ നിന്നുള്ള ആൾക്കാർ, ഈ ആൾക്കാരെന്ന് പറഞ്ഞാലേ നമ്മൾ അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തക്കാരാണ്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ് നമ്മുടെ സ്വന്തമല്ല. അസ്രൂഖാന്റെ കല്യാണമൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് സമയമുണ്ടല്ലേ, എന്നാലും എല്ലാവരും അറിയും, എല്ലാവരും വിളിക്കും. പക്ഷേ ചിലപ്പോൾ യൂട്യൂബുകാരെയും വിളിക്കുന്ന കേട്ടാ, എല്ലാവരും പറഞ്ഞ കേട്ടാ. ഇൻഷാ അല്ലാഹ് നമ്മളെ കല്യാണം വിളിക്കാൻ പറ്റില്ല. കല്യാണം നമുക്ക് മക്കളെ കല്യാണം തുടങ്ങുമ്പോൾ നേരത്തെ അങ്ങ് കല്യാണമാണ്. മസ്റൂറ കഴിഞ്ഞാൽ പിന്നെ മുത്തുമോൻ, പിന്നെ ഇക്രൂസ്, ഇക്രൂസ്, പിന്നെ മിച്ചുമോൻ. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് വാക്കുകൾ വരണമെങ്കിൽ ക്ഷമിക്കണം. കാര്യം എനിക്ക് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ കേട്ടോ. അതുമല്ല ഞാൻ ഈ ഗ്രാമത്തിലൊക്കെ ജനിച്ച് വളർന്ന ആളാണ്. സിറ്റികളിൽ നിന്ന് ബസ് ഓടിച്ചെന്ന് പറയുകയല്ല, അത് ഈ ബസ്സിൻ്റെ അറിയല്ലേ, ആ ഒരു ലെവലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് പറഞ്ഞാൽ മതി. ഞാനത് കൺട്രോൾ ചെയ്തോളാം, ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള മക്കളെ. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും. അതിന് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ, ഒരാൾ സലാം പറഞ്ഞപ്പോൾ. ഓക്കെ, ബൈ.